ഇവിടെ നല്ല സാധനങ്ങളേ ഉള്ളൂ. ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഇല്ല. അനന്തേട്ടാ ഗുഡ് മോർണിംഗ്. ഇത് ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനമാണ്. ബിനീഷേ, എന്താ അനന്തേട്ടാ? ഗൗതമി, അതെ നാട്ടിലറിയപ്പെടുന്ന കാട്ടുകോഴിയാ, സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോണേ. കോഴി ഞാൻ കഴുത്തി വെച്ച് കൊല്ലും. ചേച്ചിക്ക് കിട്ടിയോ? വന്നോട്ടെ. ബിനീഷേ വന്നേ. നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ചെല്ല് ചെല്ല്, ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട്. പോ 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 പോ. ഒഴിവാക്കിയതാണ്. എന്താ എന്താ വിളിച്ചേ? ഗൗതമി, ഇവിടെ ജോലിയെല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? കസ്റ്റമേഴ്സിനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ? കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്നും ശല്യമില്ല. അത് മതി. അതെ ഗൗതമി, കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം. അല്ല പേടിക്കണ്ട, അനന്തേട്ടനില്ലേ ഇവിടെ, ഞാനെല്ലാം പഠിപ്പിക്കാം. ഞാൻ സാധാരണ MBA കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്. പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനന്തേട്ടൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പാവൻ ഞാൻ. താനിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം എന്താ അനന്തേട്ടനില്ലേ ഇവിടെ? കുട്ടിക്ക് അറിയോ, നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അമ്മച്ചിയോ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അമ്മച്ചിക്ക് എന്താ വേണ്ട? എനിക്കൊരു ഷർട്ട് വേണം, ഞാൻ എടുത്തു തരാം. കസ്റ്റമർ നിൽക്കുന്ന കാണുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കും. ഗൗതമി പോയി. ആർക്ക് വേണ്ടിയാ? എന്റെ മോന് വേണ്ടിയാ. എന്തെങ്കിലും വിശേഷം? ബർത്ത്ഡേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. തരാലോ. സൈസ് എത്രയാ? സൈസ് 42. മോന് എന്റെ സെലക്ഷൻ. അടിപൊളിയല്ലേ? ഞാൻ മോനൊന്ന് വിളിക്കട്ടെ, വരാന്ന് പറഞ്ഞു. വിളിച്ചോക്ക്. എന്റെ മോനെത്തി. അത് അവൾക്ക് വേറെ കസ്റ്റമർ വന്നിട്ട് അപ്പുറത്തോട്ട് പോയി. മേഡം ഇതല്ലേ സെലക്ട് ചെയ്തേ? 920. 920 അല്ലേ? ആയിട്ടുണ്ടേ. ശരി. നീ എന്തെങ്കിലും വേണോ? പിന്നെ എന്നാ നോക്കുന്നേ? ബാ. ഹലോ, വീട് എടുത്താണോ?
നമുക്ക് ഇനി ഇടയ്ക്കൊക്കെ കാണാമല്ലോ അല്ലേ? മോനെ ആ, പോയിട്ട് വരാം. ചായ ആ, ആ. എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചോണം. കൊടുത്തേക്കാം അമ്മച്ചി. ആ. അപ്പൊ ശരി എന്നാ. ഡാ, ആ ആ കൊച്ചു വന്നിട്ട് പോയോ? ദാ ഇപ്പൊ വന്നേച്ച് പോയേ ഉള്ളൂ. ആ എന്നാ അമ്മച്ചി? നീ പത്രം എടുത്തേക്കണേ, ഞാനിവിടെ വെച്ചേക്കാം. ആ നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ആ ശരി. എന്നാ പിന്നെ വണ്ടി ഓഫ് ചെയ്യേ. ഞാൻ തള്ളാം. കുറെ നേരമായിട്ട് ചിലക്കാൻ കിട്ടും എന്റെ കോൺസെൻട്രേഷൻ പോണും. ആ അങ്ങനെ വിട്ടു വിട്ടെ, ഞാനിപ്പോ വരാം. ഞാനോട് ചെല്ല്. സ്കൂട്ടർ ഞാൻ പാടുന്നില്ല. ആണ്ട പിന്നെയും വീണു. ഹോ. ഡാ, ഡാ, ഡാ. ഡാ, കൊച്ചെടാ. ഡാ, ഡാ, അവിടെ നിന്നേ. നീ ആള് കൊള്ളാലോ. ഡാ, അവിടെ നിക്കടാ. ആഹാ. എങ്ങോട്ടീ പത്രം വലിച്ചെറിഞ്ഞ്? അതെ, ഇവിടെ ഈ സാധനം വെച്ചേക്കുന്ന കാണാനല്ല. നീ പത്രം വലിച്ചെറിഞ്ഞാണോ പോന്നെ? ഒന്നാമത് എനിക്ക് സമയമില്ല, അവന്റെ കൂടെ വഴി അറിയത്തില്ല. അല്ല, നേരത്തെ പത്രം ഇട്ടോണ്ട് ആ കൊച്ചെന്തി? എനിക്കൊന്നും അറിയാൻ പാടില്ല. രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ തോന്നിവാസി. അതെന്തു പറ്റി? ആ ഒന്നാമത് എനിക്ക് വഴി അറിയത്തില്ല. വല്ലോടത്തും കിടന്ന് ഉറങ്ങണ്ട, ഞാനാണ് ഈ പണിയെടുക്കേണ്ടത്. അല്ല പിന്നെ ഇങ്ങനെ ഇരിക്കും പറഞ്ഞേക്കാം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. അയ്യോ, എന്താ പറ്റിയേ? അച്ഛന് നല്ല സുഖമില്ല, നെഞ്ചുവേദനയാ. ഗൗതമി എന്തിയേ? ഗൗതമി വണ്ടി വിളിക്കാൻ പോയേക്കുവാ. ഒന്നുമില്ല മോളെ. റാലമോ മോനെ, അമ്മച്ചി ലൊക്കേഷൻ ഇട്ടേക്കാം. മോനെ കാർ കൊടുത്തേ നമ്മുടെ വീട് അക്കരയ്ക്ക് വരുവോ? എന്നാ അമ്മച്ചി? അതൊക്കെ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ കരിയോക്കാരുടെ വീഡിയോ വെച്ചാൽ മതി. എളുപ്പവാ. അമ്മച്ചി ഞാൻ താ എത്തി കേട്ടോ. എളുപ്പം കൊണ്ടുവാ. ഇങ്ങോട്ട് കയറ്റിക്കോ. ഇങ്ങോട്ട് കയറുക. അവരെ നോക്കിയിട്ട് ആ അമ്മച്ചി കയറും. ആ, കയറുവാ മതി. ഇതാ ദേ, വണ്ടി ഇട്. ഡ്രൈവറിന്റെ അമ്മച്ചി മോനെ ഇവരെ കൊണ്ട് വന്ന ആശുപത്രി ആദ്യമൊക്കെ പിന്നെ പറയാന്ന്. ഡ്രൈവർ വണ്ടി ഇട്. അവരോട് ചായ കൊടുക്കപ്പെടാം. നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. വീണവായനം ഏതാ പെണ്ണുപിള്ള? ഏതാ പയ്യൻ? അപ്പച്ചിയുടെ മോന്. എന്റെ സ്കൂട്ടി ഈ തള്ള ഇവിടെ എത്തിയോ? നോക്കണ്ട നോക്കണ്ട കേട്ടോ, നോക്കരുതേ. സഖാബന്ധിനെ പേടിക്കുന്നത് ഞാനല്ല. അതാണ് എന്റെ പേടി. ആ ശരി, വാ മക്കളെ. തലകുനിച്ചു കള്ളന്മാരിലോട്ട് എടുക്ക്. ആ ആ അതാ മാധവേട്ടന്റെ മക്കളല്ലേ, അവരെന്താ ഇവരിലൂടെ? സഖാ കൊടുന്നേ, ഞാൻ ഇപ്പൊ അമ്മച്ചി. അമ്മച്ചി ഈ മണ്ടം കൊളാക്കി. അമ്മച്ചി എടക്കളവാ, തനിക്ക് എന്റെ അപ്പൂപ്പന്റെ അപ്പന്റെ പ്രായമില്ലേ? എന്താ അതിന്റെ പ്രശ്നം? എടാ ഭീമസേന, നിന്നെ കഴിക്കാൻ പറ്റിയതാ? ഉറുമ്പ് കടിച്ചതാ. ചുമ്മാതാ ഒരു പെങ്കൂച്ചിനെ വിളയ്ക്കാൻ നോക്കിയതാ. മണ്ടം ഗുണാപ്പി ഉണ്ണിക്കുട്ടൻ ചേട്ടാ ഇവിടെ വന്നേ. കൈ പിടിക്കുന്ന ഒരു മണ്ടത്തരം പറഞ്ഞിട്ട് വേഗം വന്ന് എനിക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങിത്താ. ഇല്ല ഞാൻ ഇട്ടിക്കും പാർട്ടി ഓഫീസിലിട്ട്. അതെ, ഇവിടുത്തെ ഐസു എവിടാ? ഇത് വഴി ഒന്നാം നില. ആ ശരി, വാ മക്കളെ. ആ ചെല്ല മോനെ. അമ്മച്ചി എങ്ങനെയുണ്ട്? ആള് ഐസിയുല. സീരിയസ് ആണോ? സീരിയസ് ആണോന്ന് ചോദിച്ചാ കുറച്ച് സീരിയസാ. നിങ്ങൾ ഓട്ടോക്കാണോ വന്നേ? കഥ ആ കളിച്ചായിരുന്നു. മോളെ, ഇതാ എന്റെ മോൻ കോര. എക്സ്ക്യൂസ് മീ,
എക്സ്ക്യൂസ് മീ, സോറി. അനന്തേട്ടൻ വാ. ഗൗതമി, അപ്പൂപ്പൻ എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാ. കിടക്കട്ടെ. ഒബ്സർവേഷനിലോ റിസർവേഷനിലോ എവിടെയാന്ന് വെച്ചാ കിടക്കട്ടെ. പൈസ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എന്നാലും ആരാ ഈ ചെറിയ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചേ? ടൗണിൽ എത്ര നല്ല ഹോസ്പിറ്റൽ ഞാൻ വിളിച്ചു പറഞ്ഞേനല്ലോ. ആ അമ്മേ, മോളെ, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഒന്നും ടെൻഷൻ വേണ്ട. അനന്തനുണ്ട് ഇവിടെ, ഇല്ല ഗൗതമി? അമ്മ കൈങ്ങ് നീട്ടിക്കേ. ആ കൈങ്ങ് നീട്ട്. മോനായിട്ട് തന്നെ കണ്ടാ മതി. എന്താ ഗൗതമി ഇത്? പറഞ്ഞില്ലേ ഞാനൊരു അന്യനാണോ? ഗൗതമി പറ, ഞാൻ ഇത്ര നാളും നമുക്ക് പോവാം. അതെങ്ങനെ ശരിയാവും? എന്നെ ലമിച്ച 1 മനുഷ്യ വർക്കല്ലേ, പെട്രോൾ വാഷിങ്ങിൽ വാങ്ങിച്ചിട്ട് പോവാം. അല്ലേ റാലമ്മയ്ക്ക് വിഷമാവും. ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ നീ ആ പെട്രോൾ കാശൊക്കെ വാങ്ങിച്ചിട്ട് വന്നാ അതൊക്കെ നമുക്ക് പിന്നെ മേടിക്കാന്നേ. നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ നമ്മള്? ഞാൻ പോവാ, അല്ലേലും എനിക്ക് തന്നെ വരണം. ഗൗതമി, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും അനന്തേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ. എന്റെ പൊന്നു നന്മമരമേ, എന്റെ അടുത്ത് പിണങ്ങി പോവല്ലേ? ബാ ഇങ്ങോട്ട് കാണാത്തൊന്നുമല്ലോ. ഡ്രൈവറെ പോണോ? അല്ലടാ നാറി, നിന്റെ അപ്പനെ കൂടെ കൊണ്ടുവരാൻ പോവാ. നീ വരുന്നോ? അല്ല, അവൻ വീട്ടിൽ വെച്ച് തുടങ്ങിയ ഡ്രൈവറെ. ഒരുത്തന്റെ കയ്യിൽ ചെയിനും മറ്റവന്റെ ഫ്ലാസ്ക്. ആവശ്യത്തിന് ഉപകരിക്കാൻ ഒരുത്തനും ഇല്ലായിരുന്നു. ഇപ്പൊ അവന്മാര് മെയിനായി. കറിയാച്ചിരി ഇപ്പൊ അങ്ങോട്ട് വരും. നീ ബാ, നമുക്ക് വീട്ടിലോട്ടോ ബാ. ഓ കൊള്ളാലോ, ഇന്ന് ഉച്ചയ്ക്ക് കയറാന്ന് പറഞ്ഞിറങ്ങിയതാ. അത് കയറിയില്ലെങ്കിലേ മൊത്തത്തിൽ പ്രശ്നം. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, റാഹലമ്മയ്ക്ക് ഉടനെ തന്നെ പാലാക്കി തിരിച്ചു പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ കാറിലോട്ട് കയറിക്ക്. നല്ല വേല, ഓട്ടോ കയറ്റി വിടാം.